കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയെ ആകെ വിഷമതയിലാഴ്ത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായി. വെഞ്ഞാറമൂട്ടിലെ വിഷയം, അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവവും. അതിന് പിന്നാലെ പുറത്തു വന്നിരിക്കുന്നത് ഒരമ്മയും മക്കളും നേരിടേണ്ടി വന്നിരിക്കുന്ന അതിക്രൂരമായ പീഡന പരമ്പരകളുടെ വിടാതെ പിന്തുടരുന്ന കലിയടങ്ങാത്ത ക്രൂരതയുടെ കഥകൾ തന്നെയാണ്. സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഒരമ്മ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. മറ്റു നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ വരുമ്പോൾ ജീവിതവും ജീവനും അവസാനിപ്പിക്കുക എന്നല്ലാതെ ഷൈനി എന്ന ഈ യുവതിക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ അമ്മയ്ക്ക് മറ്റു നിവൃത്തി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സാഹചര്യത്തിലാണ് ജീവനൊടുക്കാനായി തീരുമാനിച്ചത്. എന്നാൽ അതിനു മുൻപായി ഏറ്റവും ഒടുവിലായി ഷൈനി സംസാരിച്ചുവെന്ന് കരുതുന്ന നിർണായകമായ ഒരു ശബ്ദ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ താൻ ഇതുവരെ വേട്ടയാടപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ മക്കളെ ഹോസ്റ്റലിലാക്കാൻ പോയപ്പോൾ അവിടെ തന്നെ നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് ഷൈനി വിവരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശം കേട്ടതിന് ശേഷം തിരികെ വരാം. അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. പിന്നെ SFSന്റെ കാര്യം ചോദിച്ചു. അന്നേരം അവിടെ ഹോസ്റ്റലിൽ അതിരമ്പഴയിലാണ് കണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അന്നേരം അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു. അന്നേരം അവിടെ SFSലെ പിള്ളേരും പിന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ മാത്രം എടുക്കും, അല്ലാതെ പുറത്തുനിന്ന് പിള്ളേരെ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറം എങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ എങ്ങാണ്ടാന്ന്. നേരത്തേക്ക് പിള്ളേരെ അങ്ങനെ നിർത്താൻ പറ്റിയില്ല. അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ 4 പേരെ മറ്റും കണ്ട. അന്നേരം പിള്ളേരാകുമ്പോൾ നിർത്താൻ പറ്റിയില്ല. 6 കഴിയുമ്പോഴത്തേന് പിള്ളേരാന്ന് പറഞ്ഞപ്പം അങ്ങനെ പിള്ളേരെ നിന്നോടെന്നൊക്കെ പറഞ്ഞുതരാം. അത് പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ SFSലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിലെ പിള്ളേർക്ക് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞു. അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു. പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സിസ്റ്റർ പിന്നെ പറഞ്ഞു എന്നോട് ചോദിച്ചു, അത് ആ ഒരു റൂമേ ഉള്ളൂ, അത് പൊളിക്കാതിട്ടേന്ന്. പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അമ്മനില്ല, കുഴപ്പമില്ല, കടന്നോളും, അവിടെയാണെങ്കിലും പിള്ളേർ തന്നെ കിടന്നോളും, ഒരു റൂമിൽ തന്നെ കിടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നാളെ കയറി. അമ്മന അതൊക്കെ പോയില്ല സിസ്റ്റർ, ഇത്തിരി നാളായില്ല, ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി കാണും, അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല. അന്നേരം പിള്ളേർ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും. ഞാൻ പറഞ്ഞില്ല സിസ്റ്ററെ, കുഴപ്പമില്ല, പിള്ളേരുടെ കിടന്നോളെന്ന് പറഞ്ഞു. വന്നിട്ട് എന്നോട് ചോദിച്ചു, പിള്ളേർ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും, ഞങ്ങൾ ആ കുഴപ്പമൊന്നുമില്ല, പിള്ളേർ കഴിച്ചു, ഇവിടെ കഞ്ഞിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ, ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോൾ പോലെ അവിടെ കഞ്ഞിയായിരുന്നു, ഇവിടെയും കഞ്ഞിയാണ് രാത്രിയിൽ, അവിടെയും ഞങ്ങൾക്ക് കഞ്ഞി, അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്ന് കഞ്ഞി വേണമെന്ന്. ഞാൻ പിന്നെ ഇടയതാണോ ഒന്നും തന്നെയല്ല, അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പൂച്ചത്തിന് ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി കറിയാണ് എന്തെങ്കിലും ഒരിച്ചിരി അതോ തിന്നുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല സിസ്റ്റർ, അതൊക്കെ ഞങ്ങൾ അടിച്ചായിരിക്കോളാം, എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഇതുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നേരം പറഞ്ഞ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ചേച്ചി ഉറങ്ങിയിരുന്നേറ്റോ. പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് 3:15 അവിടെ ഞാൻ SH പോയി ചോദിച്ചു. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല, അവർ അടിക്കില്ല. അവർ പറഞ്ഞു വലിയ പിള്ളേരെയാണ്, ചെറിയ പിള്ളേരെ നടത്തിയല്ല, അങ്ങനെ ഇങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ, അപ്പനുമില്ല അമ്മയില്ല, നമ്മളങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേരെ ഒത്തിരി കെയർഫുള്ളായിട്ട് നോക്കണം, ഇവിടെ നമുക്ക് വേക്കൻസി ഇല്ല, അങ്ങനെ നമ്മളെടുക്കുകയില്ല, റൂമില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പോലൊരവസ്ഥ. എന്തെങ്കിലും പുള്ളിക്കാരെ കുറേ വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇന്ന് കുറേ കരഞ്ഞും പറിച്ചൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരെ ഇല്ലാഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് കുറേ നേരത്തിൽ അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്നാൽ ഒന്നുകൂടി പോയി സിസ്റ്ററിനെ ഒന്ന് പോയി കാണട്ടെന്ന് പറഞ്ഞു. പിന്നെ ഹോൾ ക്രോസിൽ പോയി അവിടെ പോയി സിസ്റ്ററിനോട് കുറേ വർത്താനം പറഞ്ഞ് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അത്രേ പറ്റുള്ളൂ, എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല, അതപ്പം എനിക്ക് അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ മാറ്റേണ്ടി വരും, പിന്നെ ഇന്നും ഞാൻ ഉണ്ടാവില്ല, അപ്പം നമ്മോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ പറയാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ നോക്കാൻ പറ്റിയ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തി. നേരത്തെ തന്നെ ഷൈനി ജോലി ചെയ്തിരുന്ന കെയർ ഹോമിലെ ഉടമയായ ഫ്രാൻസിസും രംഗത്ത് വന്നിരുന്നു. ഷൈനി പലപ്പോഴായി ജോലി ചെയ്യാൻ എത്തിയിരുന്നപ്പോൾ ശരീരത്ത് പലയിടത്തുമായി മുറിപ്പാടുകൾ കണ്ടിരുന്നു, ചതഞ്ഞ പാടുകൾ കണ്ടിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനുമൊക്കെ ഷൈനി വീട്ടിൽ ഇരയാകാറുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഫ്രാൻസിസിൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി മാധ്യമങ്ങൾക്ക് ഇതിനോടകം തന്നെ ഫ്രാൻസിസ്
ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകി കഴിഞ്ഞു. ഷൈനിയുടെ അവസ്ഥ കേട്ടപ്പോൾ തന്നെ ജോലി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലയിടത്തുമായി ജോലി നിഷേധിക്കപ്പെടുന്നു, പലരും പിറകെ നടന്ന് വേട്ടയാടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷൈനി തുറന്നു പറഞ്ഞാണ് ജോലിക്ക് കയറിയത്. എന്തിനേറെ പറയുന്നു, ഷൈനി മരണപ്പെടുന്നതിന് തലേ ദിവസം പോലും അവരെ കണ്ടിരുന്നു. ഭർത്താവിൽ നിന്നും കൊടിയ പീഡനം അങ്ങനെ ഏറ്റുവാങ്ങിയെന്നാണ് ഫ്രാൻസിസ് പറയുന്നത്. ഫ്രാൻസിസിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ഷൈനിയും റോസംസ്റ്റിക്ക കെയർ ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ്. ഷൈനി നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്ത് പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ റോസംസ്റ്റിക്ക കെയർ ഹോമിൽ നിന്ന് അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം അവള് പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവള് എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് എങ്ങും തന്നെ ഒരു ജോലി ശരിയായി കിട്ടിയില്ല. അപ്പം എൻക്ലക്സ് ആറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം വീട്ടിലും അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അത് അവർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തണം, അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണമെന്ന് എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ അടുത്ത നാളുകളിൽ പാദ്രയിൽ അവൾക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അവള് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് സ്കൂളിലാണ്. അപ്പൊ ഹോളിക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു, ഷൈനി ഇവിടെ വന്ന് പ്രിൻസിപ്പളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് അലോ ചെയ്യാമെന്നും പറഞ്ഞ് ഹോസ്റ്റൽ അവർക്ക് സാങ്ഷൻ നൽകുകയും ചെയ്തു. ഷൈനി എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലില് ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട്, അവിടെ എൻക്ലക്സ് ആറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിറ്റേ ദിവസം ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് റോസംസ്റ്റിക്കയിൽ തന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത്, ഇതുപോലെ ഷൈനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത്.